ഈ വീക്കിൽ എവിക്ഷനിലേക്ക് മെമ്പേഴ്സിനെ ചൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴും അവിടെ അടിയാണല്ലോ, കാരണം എവിക്ഷനിൽ വരിക എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻസിന് ഏറ്റവും പ്രയാസമുള്ള ഒരു സംഭവമാണ്. ആർക്കും എവിക്റ്റ് ചെയ്ത് പോകണ്ട, എല്ലാവർക്കും ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് ഇരുന്നാൽ മതി. ആകെ പറയുന്നത് അൻസിബ മാത്രമാണ് എനിക്ക് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് വേയിലാണ് അത് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. അതായത് ഒരു പേരിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കും. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഡിസൈഡ് ചെയ്യണം ആരാണ് ബെറ്റർ, ആരാണ് എവിക്ഷൻ നോമിനേഷനിലേക്ക് വരാനായിട്ട് രണ്ടുപേരും കൂടി ഡിസൈഡ് ചെയ്യണം. ആദ്യം വിളിച്ചത് ജാസ്മിനെയും അഭിഷേകിനെയുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറയുന്നുണ്ട്. അതിൽ അഭിഷേകിനെ പറ്റി പറയുന്നത് നീ മിണ്ടാതിരിക്കുന്നു. ശരിയാണ്, അഭിഷേക് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച അതെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ജാസ്മിൻ ഭയങ്കര ഓവർ സ്മാർട്ടായിട്ടെല്ലാം കളിക്കുന്നുണ്ട്. ജാസ്മിൻ ഗെയിം കളിക്കുന്നുണ്ട്, അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അഭിഷേക് ഓരോന്ന് പറയുന്നുണ്ട്. അഭിഷേക് എന്തൊക്കെ ചെയ്തു എന്ന്. അഭിഷേക് പ്രാങ്ക് ചെയ്തു, ഗസ്റ്റിനെ എൻ്റർടൈൻ ചെയ്തു, ഗസ്റ്റിൻ്റെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു, പിന്നെ അവിടെ ഉണ്ടായ പ്രോബ്ലംസ് എല്ലാം ചെയ്തു കൊടുത്തു. അപ്പോൾ ജാസ്മിനെ പറ്റി നെഗറ്റീവായിട്ട് പറയുന്നത് ജാസ്മിൻ ഊള എന്ന് വിളിച്ചു. എന്തായാലും രണ്ടുപേരും റെഡിയാകാത്തത് കൊണ്ട് ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾ പോയിക്കോളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും എവിക്ഷൻ നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ആഴ്ച അതിൻ്റെ പ്രോസസ്സിങ്. അടുത്ത് വിളിച്ചത് ജിൻഡോയെയും അർജുനെയുമാണ്. രണ്ടുപേരും വലിയ വാക്കുതർക്കങ്ങളൊന്നും ഉണ്ടായില്ല. രണ്ടുപേരും സൈലൻ്റായിട്ട് സംസാരിച്ചു. പക്ഷേ രണ്ടുപേരും റെഡിയാകാത്തത് കൊണ്ട് രണ്ടുപേരും നോമിനേറ്റഡ് ആയിട്ടുണ്ട്. ജാസ്മിനെയും അഭിഷേകിനെയും പോലെ വലിയ വാക്കുതർക്കങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ലെങ്കിലും രണ്ടുപേരും സ്ട്രോങ് ആയിട്ടാണ് അവരുടെ പോയിൻറ്റ്സ് അവിടെ അവതരിപ്പിച്ചത്. അടുത്തതായിട്ട് വന്നത് നോറയും അൻസിബയുമാണ്. അപ്പോൾ അൻസിബയെ നമുക്കറിയാമല്ലോ, ഭയങ്കര സോഫ്റ്റ് സ്പോക്കണാണ്. അതുകൊണ്ട് തന്നെ അവിടെ തർക്കത്തിനൊന്നും മുതിർന്നില്ല. മാത്രമല്ല അൻസിബയ്ക്ക് വലിയ താല്പര്യമില്ലാതെയാണ് അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നോറയോട് തർക്കിക്കാൻ പോയില്ല. അൻസിബ റെഡിയായി നോറയെ സേവ് ചെയ്യാനും അൻസിബ എവിക്ഷൻ ലിസ്റ്റിലേക്ക് വരുവാനും. നെക്സ്റ്റ് ടീം അപ്സരയും ഋഷിയുമായിരുന്നു. ആദ്യം വന്നപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ ഇടയ്ക്കെപ്പോഴും അവർ തെറ്റി. അതിൽ രണ്ടുപേരുടെയും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഋഷി എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്സരയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിലുള്ള എനിമിറ്റി ഭയങ്കരമായിട്ടങ്ങ് വലിയ രീതിയിലായി. രണ്ടുപേർക്ക് സങ്കടത്തോടു കൂടിയുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു വാക്ക് തർക്കം തന്നെ നടന്നു എന്ന് നമുക്കതിനകത്ത് കാണാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നേയില്ല. എന്തായാലും രണ്ടുപേരും റെഡിയല്ലായിരുന്നു. രണ്ടുപേരും അതുകൊണ്ട് തന്നെ എവിക്ഷൻ ലിസ്റ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ് പേർ വന്നത് സിജോയും ശ്രീതുവായിരുന്നു. സിജോ നമുക്കറിയാം കണ്ടിന്യൂസ് പോയിൻറ്റ്സ് പറയാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരാളാണ്, അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്. സിജോന് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്. ശ്രീതു എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ട്. എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ശ്രീജുവിൻ്റെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും പഴയതിൽ നിന്ന് ശ്രീതു എത്രയോ ബെറ്റർ ആയിട്ടുണ്ട്. അർജുനുമായിട്ട് ഒരു സൈലൻറ്റ് കോംബോയും നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയും രണ്ടുപേരും റെഡിയാകത്തുകൊണ്ട് രണ്ടുപേരും നോമിനേറ്റ് ചെയ്യപ്പെട്ടു എവിക്ഷൻ ലിസ്റ്റിലേക്ക്. ഇവിടെ നമ്മൾ കാണുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും എവിക്ഷൻ ലിസ്റ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ക്യാപ്റ്റനായിട്ടുള്ള നന്ദന, പിന്നെ നോറ, അൻസിബയുടെ ദയ കൊണ്ട് നോറ, ഇവർ മാത്രമാണ് അതിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. റസ്മിൻ ബായി ഡയറക്റ്റ് നോമിനേഷൻ 2 ആഴ്ചത്തേക്കുണ്ട്. ഇനി വീണ്ടും നന്ദനയെയും സായിയെയും കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. അവരുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരിൽ നിന്ന് ഒരാളെ സേവ് ചെയ്യാൻ പറ്റും. രണ്ടുപേരും കൂടി ഡിസൈഡ് ചെയ്തിട്ട് സിജോയെയാണ് അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്. എന്തായാലും അതൊരു നല്ല തീരുമാനമാണ്. കാരണം എന്താ വെച്ചാൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പുറത്തു പോകട്ടെ, സിജോ എന്തായാലും സേവ് ആകും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.